എല്ലാവർക്കും ക്യാപ്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് ആയുധത്തെ പറ്റി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ആയുധം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന കുറച്ച് ആയുധങ്ങൾ, ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഈ സീരീസിൽ ഇട്ടേക്കുന്ന പേര് പവനായി ശവമായി. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇടാൻ കാരണം, ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ആയുധങ്ങളുമായിട്ട് കയറി വന്ന കഥാപാത്രമാണ് പവനായി. രണ്ടാമത്തെ കാര്യം കൂടുതലും പഠിപ്പിക്കലാണ്, അതായത് ടൂൾസ് പഠിപ്പിക്കലാണ്. മിക്കപ്പോഴും ആൾക്കാർ ഒരു പുറത്തേക്ക് ഉറക്കം തൂങ്ങാൻ ചാൻസ് ഉണ്ട്, ഉറക്കം തൂങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങി വീഴും അല്ലെങ്കിൽ ഉറക്കം തൂങ്ങാന്ന് പറയുമ്പോഴത്തേക്കും മിക്കപ്പോഴും നമ്മൾ പറയാൻ ശവമായി എന്നാണ്. അപ്പോൾ ആ ഉദ്ദേശം ഇട്ടേക്കുന്നത്. ഇപ്പോൾ പവനായി ശവമായി. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എല്ലാം ഘടിപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ പവനായി ശവമായി. അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ആദ്യം കിടക്കുന്ന ആയുധത്തിൻ്റെ പേരാണ് മൂട്ടൂൾ. നമ്മുടെ ഷോർട്ട് കട്ട് വി ആണ്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ നമ്മളൊരു പടത്തിനെയോ അല്ലെങ്കിൽ ഒരു ലെയറിനെയോ ഒന്ന് നമ്മുടെ ക്യാൻവാസിൻ്റെ ലെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് മൂട്ടൂൾ. അപ്പോൾ നമ്മൾ വി അടിച്ചിട്ട് മൂട്ടൂൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ലെയറും സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഈ ലെയർ സെലക്ട് ചെയ്യപ്പോൾ കണ്ടോ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഒരു സംഭവം ആ ലെയറിന് ചുറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ട്രാൻസ്ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത്. നമ്മൾ ആ പോയിന്റ് വെച്ചായിരിക്കും ചിലപ്പോൾ സൈസ് കൂട്ടാനും സൈസ് കുറയ്ക്കാനും പെർസ്പെക്റ്റീവ്സൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ ഈ ലെയർ മൂവ് ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുക. അതനുസരിച്ച് നമ്മുടെ ലെയർ വഞ്ഞ കണ്ടോ. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, എന്ത് വെക്കുക പോലെ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് മേപ്പോട്ട് വെക്കണമെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുക, വലിക്കുക, മേപ്പോട്ടാക്കുക, എന്ത് ക്ലിക്ക് ചെയ്യുക, സംഭവം പ്ലേസായി. ഇനി നമുക്ക് സൈസ് കൂട്ടുകയും സൈസ് കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പോയിന്റ് പോകുമ്പോഴത്തേക്കും ആരോ മാറണുണ്ടോ, ആരോ മാറുമ്പോഴത്തേക്കും നമ്മൾ സൈസ് മാറ്റാനുള്ള സിമ്പിൾ ആവുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വിളിക്കുമ്പോഴത്തേക്കും സൈസ് കുറയുന്നു, മേപ്പോട്ട് വിളിക്കുമ്പോഴത്തേക്കും സൈസ് കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റിയ സൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. കണ്ടോ, ഇനി എല്ലാ ഭാഗം ഈക്വലായിട്ട് വലിയ ഉണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്യുക. കണ്ടോ, വലിക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗവും കറക്റ്റ് ഈക്വലായിട്ട് വലിഞ്ഞു വന്നു. നമുക്ക് ആവശ്യമുള്ള അളവ് വയ്ക്കുക, ചെയ്യുക. ഈ നമ്മുടെ സൈസിൽ എനിക്ക് ലെങ്ത്ത് മാത്രം കൂട്ടിയാൽ മതി, എനിക്ക് ബ്രെഡ്ത്ത് മാത്രം കൂട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ലെങ്ത്ത് ആണെങ്കിൽ ഈ കാണുന്ന വെർട്ടിക്കൽ ആക്സിസ് വന്നേക്കണേ നറുക്കത്തെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വലിക്കുമ്പോഴേ ലെങ്ത്ത് മാത്രം കൂടി. ഇനി ഹൈറ്റ് കൂട്ടണമെങ്കിൽ എനിക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഈ മുകളിൽ കാണുന്ന നടക്ക് കാണുന്ന ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, വലിക്കുക, ഹൈറ്റ് കൂടി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ സൈസ് കൂട്ടാനും സൈസ് കുറയ്ക്കാനും. ഇനി നമുക്ക് അടുത്തത് റൊട്ടേറ്റ് ചെയ്യാൻ പഠിക്കാം, അതായത് നമ്മുടെ പടം എങ്ങനെ കറക്കാനായിട്ട് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നൊരു ഏരിയയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഈ കാണുന്ന കുരിശ്. ഈ കുരിശ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആങ്കർ പോയിന്റ് തന്നെ പറയാൻ, അതായത് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്, ഈ പടം ഏത് ആക്സിസിൽ കിടന്ന് തിരിയണം എന്നുള്ളൊരു പോയിന്റ് ഫിക്സ് ചെയ്യുന്ന സംഭവമാണ് ഈ ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭൂമി കറങ്ങുന്നൊരു ആക്സിസ് എന്ന് പറയത്തില്ലേ, എന്താ പറയുക, അശ്വത്തണ്ടോ അതിനെങ്ങാണ്ടൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതുപോലെയാണിത്. ഇപ്പോൾ ഞാൻ ഒന്ന് മൗസ് മാറ്റിയത് നടക്ക് പോകുമ്പോഴത്തേക്ക് ആരോ വന്നതുണ്ടോ. ഇപ്പോൾ ഈ മൂവിൻ്റെ ആരോ വന്നതാണ്, സിമ്പിൾ വന്നതാണ്. താഴോട്ട് പോകുമ്പോഴത്തേക്കും ആരോ വന്നിട്ടുണ്ടോ. അതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനുള്ളതിൻ്റെ ആരോ, അതായത് ഇങ്ങനെ വളഞ്ഞു വന്നൊരു സിമ്പിളായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് വളയുമ്പോഴത്തേക്ക് കറങ്ങാനുണ്ടോ. അപ്പം ക്ലോക്ക് വൈസും പറ്റും, ആൻറ്റി ക്ലോക്ക് വൈസും പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കും. ഇനി നമുക്ക് ഈ കുരിശ് അല്ലെങ്കിൽ ആങ്കർ പോയിന്റ് നമ്മുടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ കുരിശ് വന്ന പോയിന്റിൽ നിന്നായിരിക്കും അത് റൊട്ടേഷൻ തുടങ്ങുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാൻ മേപ്പോട്ടേക്ക് മാറ്റുവാണെങ്കിൽ ഈ പോയിന്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ആ കുരിശ് എപ്പോഴും എവിടെയാണെന്ന് നമ്മൾ തീരുമാനിക്കണം. നടക്ക് വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ നടക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇനി പോയിന്റ് അല്ലെങ്കിൽ അറ്റത്തൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ആ അറ്റത്ത് പോയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ സംഭവമുണ്ട്, നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയും. അതായത് നമ്മുടെ പ്ലെയിൻ്റെ ആംഗിൾ ഒന്ന് സെറ്റാക്കാനായിട്ട് അതിപ്പോൾ ആവശ്യം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ പടം എനിക്ക് ഈ ക്യൂബിൻ്റെ പ്ലെയിനിൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സൈസ് കുറച്ച് പേസ്റ്റ് ചെയ്യുന്നത് കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചുമ്മാ കോപ്പി പേസ്റ്റ് ആണ്. കാരണം എന്താ, ആ ലോഗോ നേരെയിരിക്കണം, ക്യൂബ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ലോഗോയും ആ ക്യൂബിൻ്റെ പ്ലെയിനും സെയിം ആംഗിളാക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ
പെർസ്പെക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പെർസ്പെക്റ്റീവ് ഇങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളിൽ കീ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ നമ്മൾ കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഈ പോയിന്റ് പോകുമ്പോഴത്തേക്കും വെള്ളം ആര് വന്നുണ്ടോ ക്ലിക്ക് ചെയ്യുക, വലിക്കുമ്പോഴത്തേക്ക് നോക്കിയതേ നമ്മുടെ പടം അതിനനുസരിച്ച് ആംഗിൾ മാറി വന്നിട്ട് ആ പ്ലെയിൻ മാറി വന്നിട്ട് അതുപോലെ കൺട്രോൾ ഹോൾഡ് ചെയ്യുക, അടുത്ത പോയിന്റ് പോവുക, പിന്നെ കൺട്രോൾ ഹോൾഡ് ചെയ്യുക, താഴത്തെ പോയിന്റ് പോവുക, ഹോൾഡ് ചെയ്യുക, അടുത്ത പോയിന്റിലും പോവുക. സൈസ് എന്താ കുറച്ചേക്കാം, സൈസ് കുറയ്ക്കുമ്പോഴത്തേക്കും ഇനി നോക്കി ആ പഴയ പോലെ ആദ്യം വെച്ച പോലെയാണ് നമ്മളെ പടത്തിരിക്കണേ, അല്ല കുറച്ച് കറക്റ്റ് ആ ക്യൂബിൻ്റെ പ്ലെയിനായിട്ട് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് ചെയ്യാനായിട്ട് നമ്മുടെ കൺട്രോൾ ഹോൾഡ് ചെയ്യുക, പെർസ്പെക്റ്റീവ് മാറ്റുക. അപ്പോൾ നമ്മൾ 3 ഉപയോഗം കഴിഞ്ഞു, അല്ലെങ്കിൽ 3 യൂസുകൾ നമ്മൾ മൂട്ടൂളിനെ കുറിച്ച് പഠിച്ചു. ഇനി കുറച്ച് യൂസുകൾ കൊണ്ടുണ്ട്, റാപ്പിങ്ങും ഫ്ലിപ്പിങ്ങും. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഏതെങ്കിലും പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഇൻറ്റു വരും. എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോഴത്തേക്കും കണ്ടോ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ, സ്കെയില്, റൊട്ടേറ്റ്, സ്ക്യൂ, പെർസ്പെക്റ്റീവ്, ഡിസ്റ്റോർട്ട്, പിന്നെ റൊട്ടേറ്റ് 180 കഴിഞ്ഞിട്ടുണ്ട്, കുറേ ഓപ്ഷൻസ് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും വന്ന ഓപ്ഷൻസ് നമുക്ക് ഇത് എടുക്കാതെ ചെയ്യാന്നുള്ളത്. കൺട്രോളോട് പെർസ്പെക്റ്റീവ് മാറ്റാം, അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ മൗസ് ഉപയോഗിച്ചാൽ മതി, പേസ്റ്റ് ചെയ്യാൻ എൻ്റർ ആക്കിയാൽ മതി. സൈസ് മാറ്റാമെങ്കിൽ ഇതുപോലെ ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് വലിക്കുക, സൈസും മാറ്റും. പക്ഷേ റാപ്പും ഫ്ലിപ്പും എന്ന് പറയാൻ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കാദ്യം ഫ്ലിപ്പ് പഠിക്കാം. ഇപ്പോൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടലുണ്ട്, ഫ്ലിപ്പ് വെർട്ടിക്കലുണ്ട്. ഇപ്പോൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പടം ഇങ്ങനെ ഫ്ലിപ്പാക്കും, വെർട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും പടം ഇങ്ങനെ ഫ്ലിപ്പാക്കും. അതായത് ഒരു എക്സാമ്പിളായിട്ട് ഈ ബുക്ക് വെർട്ടിക്കൽ ഫ്ലിപ്പാന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അപ്പോൾ ഫ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ എടുത്തേക്കാണ്. എനിക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ ഫ്ലിപ്പാണെങ്കിൽ ഫ്ലിപ്പ് ഇങ്ങനെ പോകും, വെർട്ടിക്കൽ ഫ്ലിപ്പ്. ഇനി ഹൊറിസോണ്ടൽ ഫ്ലിപ്പാണെങ്കിൽ പടം ഇങ്ങനെ പോകും, പടം ഫ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സൈസ് കൂട്ടിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കണ്ടോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ആ പടം ലെഫ്റ്റിലേക്ക് ഏറ്റവും മാറി, തല ലെഫ്റ്റിലേക്ക് വന്നു. ഇനി വെർട്ടിക്കൽ ഫ്ലിപ്പ് അടിക്കുവാണെങ്കിൽ കണ്ടോ അത്യാവശ്യം മേപ്പോട്ടെ, അതായത് പടം തിരിഞ്ഞു വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഫ്ലിപ്പിൻ്റെ ഉപയോഗം. നമുക്ക് റാപ്പ്, ഇപ്പോൾ റാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമായിരിക്കുമല്ലോ, പുതിയ എന്നുള്ള അർത്ഥമാണ് റാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം അർത്ഥം തന്നെ ഇതിന് മുന്നേ നമ്മുടെ പടത്തൊന്ന് വളച്ചും തിരിച്ചൊക്കെ ആയിട്ട് ഒരു സർഫസ് പൊതിയുന്ന രീതിയിലാക്കാനോ, അല്ലെങ്കിൽ ആ ഒരു യൂസ് ചെയ്യാൻ റാപ്പ് ഉപയോഗിക്കണം. ബേസിക്കലി നമ്മുടെ പടം ഒന്ന് വളയ്ക്കുക, തിരിക്കുക, മടയ്ക്കുക, ആ ഒരു പരിപാടി കാണിച്ചു തരാം, കുറച്ചും എടുപ്പത്ത് മനസ്സിലാവും. ഇപ്പോൾ സൂം ചെയ്ത് എനിക്ക് ഡ്രാഗൻ്റെ പടം കറക്റ്റ് ഈ കോർണറിൽ വളഞ്ഞ് നിൽക്കുന്ന പോലെ ആ ഫുൾ പ്ലെയിനാണ്. അപ്പോൾ ഞാൻ പെർസ്പെക്റ്റീവ് മാറ്റി കഴിഞ്ഞാൽ കണ്ടത് അങ്ങനെ ശരിയാവില്ല, ആ കോർണറിൽ നിന്ന് ഇങ്ങനെ വരില്ല, അതായത് ഇതുപോലെ കണ്ടു. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നില്ല, എനിക്ക് ഈ ലോഗോ ഇവിടെയും വേണം ഇങ്ങനെ വളഞ്ഞ രീതിയിൽ വന്നു, അങ്ങനെ വരത്തില്ല, പെർസ്പെക്റ്റീവ് മാറ്റുമ്പോൾ വരത്തില്ല. നമുക്ക് റാപ്പ് യൂസ് കാണിച്ചു തരാം. അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് റാപ്പ് നിൽക്കുമ്പോഴത്തേക്കും വിൻഡോ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒന്ന് പടം വളയ്ക്കാം. ഉണ്ടോ ഈ പോയിന്റ് വെച്ച് വിളിക്കുമ്പോഴത്തേക്ക് പടം അനുസരിച്ച് വളഞ്ഞു തന്നെ ഉണ്ടോ, ഇങ്ങനെ വളച്ചു, ഇങ്ങനെ വളച്ചു, ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ഡ്രാഗണിൻ്റെ ലോഗോ കറക്റ്റ് ആ കോർണറിൽ വന്നിങ്ങനെ വളഞ്ഞ് വന്ന രീതിയിൽ തന്നെ ഉണ്ടോ. അപ്പോൾ അതാണ് ഈ റാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പടം ആവശ്യാനുസരണം വളച്ചെടുക്കുക. ബേസിക്കലി അതുള്ള നമ്മുടെ മൂട്ടൂളിൻ്റെ ഉപയോഗങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂട്ടൂളിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ പടത്തിൽ അല്ലെങ്കിൽ ലെയറിനെ നമ്മുടെ ക്യാൻവാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, സൈസ് കൂട്ടുക, സൈസ് കുറയ്ക്കുക, പിന്നെ റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ഫ്ലിപ്പ് ചെയ്യുക, പെർസ്പെക്റ്റീവ് മാറ്റുക, റാപ്പ് ചെയ്യുക. അപ്പോൾ
ഇതാണ് നമ്മുടെ ടൂളിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ അധികം ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോ നോക്കാം. അപ്പോൾ എൻ്റെ പേര് പുണ്യാളെ. ഇത് ക്യാപ്ചർ. ഓൾവേസ് ട്രൈ സംതിങ് ന്യൂ.